ആദ്യമായിട്ടാണ്. ഒത്തിരി സന്തോഷം. ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഇടാൻ പറ്റിയില്ല. അപ്പം എന്തൊരു നിമിത്തം പോലെ ഇന്ന് ഇടാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം എനിക്കൊന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റിക്കേണ്ടി വന്നു. ഒത്തിരി സന്തോഷം. ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട്, ദേവി സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അല്ലല്ല, ഞാൻ എല്ലാ വർഷവും ഇടലുണ്ട്. ഇല്ല, അങ്ങനെയില്ല. നമ്മൾ അമ്മയുടെ അനുഗ്രഹം എല്ലാ വർഷവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, സന്തോഷം. ഇതിങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം. അതെ, ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ നാൾ കൊണ്ടുള്ള അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടണമെന്ന്. അപ്പോൾ എനിക്കും ഇടാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഒരു ഉത്സവത്തിൽ പങ്കുചേരുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. മതത്തിനപ്പുറം നമ്മുടെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. പായസമൊക്കെ പായസമാണ്. ആഗ്രഹത്തിൻ്റെ പുറത്ത് ആഗ്രഹം എപ്പോഴും ഉണ്ട്. അപ്പോൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് എന്നല്ല, എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചു. അടുത്ത പ്രാവശ്യം വരണമെന്നുണ്ട്. ഹായ്, ആദ്യത്തെ പൊങ്കാലയാണ്. ഞാൻ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ, ഏഷ്യാനെറ്റിലെ കാതോരത്തിലെ മീൻ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും അറിയണമെന്നില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈം പൊങ്കാലയാണ്. പൊങ്കാലയിട്ട് കഴിഞ്ഞു. പ്രതീക്ഷിച്ചത്ര വെയിലോ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഫസ്റ്റ് ടൈം ആയ കാരണം കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ ഫലം ദൈവം തരുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടൈം പാരൻസായിട്ട് വരണമെന്നുണ്ട്. സ്കെഡ്യൂൾ ടൈം ആയിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് അവർ ബ്രേക്ക് തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റി. ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ ഏഷ്യാനെറ്റ് ഫാമിലിയുടെ കൂടെയാണ് പൊങ്കാല ഇടുന്നത്. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. അല്ല, വീട് തൃശ്ശൂരാണ്. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ റെയറായിട്ട് പോകാറുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള കാരണം താരാമ്മ താര കല്യാൺ ചേച്ചി എല്ലാവരും ഉള്ള കാരണം ഇവരുടെ കൂടെ എല്ലാവരുടെ കൂടെ വരാൻ പറ്റി. വളരെ ഞാൻ വിചാരിച്ചത് അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ സൈഡ് എന്നൊക്കെയാണ്. ബട്ട് നമ്മൾ ആ വരുന്ന വഴി തന്നെ റോഡിലെല്ലാം ഒരു തരി പോലും സ്ഥലമില്ലാതെയാണ് ആൾക്കാരെല്ലാവരും പൊങ്കാല ഇടുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഇത് ഫെമിലിയർ ആയിരിക്കും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇല്ല, അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഉണ്ട്, അത് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ആറ്റുകാൽ മുമ്പ് ഞാൻ 9th പഠിക്കുന്ന ടൈമിൽ വന്നിട്ടുണ്ട്. അന്ന് വന്നതാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇനി പോകണമെന്നുണ്ട് അങ്ങോട്ടേക്ക്. ഇനി പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുന്ന ടൈമിലൊന്ന് പോകണം. ഷൂട്ട് നാളെ ഉണ്ട്. ഇന്നൊരു ബ്രേക്ക്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ അരി ഇടുന്ന ടൈമിൽ പ്രാർത്ഥിച്ചിട്ട് വേണമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം അതെല്ലാം നടത്തി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. അതെ, ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തകർത്ത് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പം മനസ്സിലായി ഇത് വലിയൊരു ടാസ്ക്കാണെന്ന് മനസ്സിലായി. കാരണം തീ കത്തിച്ച് തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലായത്. എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരൊക്കെ വന്ന് ഇത്രയും ദൂരം വന്ന് പൊങ്കാല ഇടുന്നതെന്ന് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ റോഡിൻ്റെ സൈഡിൽ ഇത് ഇടാൻ വേണ്ടി വന്ന് തലേദിവസം കിടന്ന് ഉറങ്ങുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന് ഇടുന്നു, ഒരുപാട് ജനങ്ങൾ കൂടുന്നു.
അപ്പോൾ അതിൽ അത്രയും ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പം വളരെ അത്ഭുതകരമായി തോന്നുന്നു. അപ്പം ഞാൻ ഇത്തവണ ഇട്ടു, എൻ്റെ ആഗ്രഹം സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിഭവങ്ങൾ ഇവിടുന്ന് എനിക്കറിയില്ല ഇത് എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അട ഉണ്ടാക്കാറുണ്ട്, പായസം ഉണ്ടാക്കാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരേ ഐറ്റം ഉണ്ടാക്കി. കാരണം ഞങ്ങളുടെ അറിയില്ലാത്തതുകൊണ്ട് താരക്കല്യാൺ ചേച്ചിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ വെള്ളം വെച്ചു, അരിയിട്ടു, ശർക്കര ഇട്ടു, കാഷ്യൂ നട്ട്സും മുന്തിരിയൊക്കെ ഇട്ട് പായസം പോലെ ആക്കി എടുത്തു വെച്ചു. കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നിവേദിക്കുന്ന ടൈം ആവുമ്പം കഴിക്കണം. അത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, കണ്ടിട്ട് ഓക്കെയാന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും പൊങ്കാല ഇടുമ്പം അത് മനസ്സിലാഗ്രഹിച്ചിട്ടാണല്ലോ ഇടുന്നത്. അപ്പം ആഗ്രഹങ്ങളുണ്ട്, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. ഉണ്ടെങ്കിൽ ഇടാം, സാഹചര്യം ഒത്തു വന്നാൽ ഇടും.